സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം എല്ലാവരും തന്നെ വീട്ടിൽ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്, എല്ലാവരും തന്നെ വീട്ടിൽ സേഫ് ആയിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് പോകുന്നത് ഒരു കുഞ്ഞു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. ഷോപ്പിംഗ് ഒന്നും പറയാൻ പറ്റില്ല, നമ്മളിപ്പോൾ ചുമ്മാ പുറത്തോട്ട് പോകുന്നു. ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ, നമ്മളെന്ന് പറയാൻ പറ്റില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ ചുമ്മാ പുറത്തോട്ട് പോകുന്നു, ഞാൻ വീട്ടിൽ നിന്ന് വെറുതെ ബോറടിച്ചിരിക്കുക. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും എനിക്കൊരു ഈ ക്രീമൊക്കെ ഒന്ന് വാങ്ങിക്കണം, ഈ പോൺസിൻ്റെ ക്രീമൊക്കെ ഒന്ന് വാങ്ങിക്കണം. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും പുറത്തോ പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് വേഗം തന്നെ റെഡി ആയിട്ട് നമ്മൾ പുറത്തോട്ട് പോണത് കാറിലാണ് പോകുന്നത്. ബിക്കോസ് നമ്മുടെ ജിംബർ നമ്മളെ കാറിൽ അവിടെ വരെ ആക്കി തരും. അപ്പം നമുക്ക് വേഗം പോവാം. അങ്ങനെ നമ്മൾ ജിംബ്രോ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ നേരെ നടക്കുക കേട്ടോ. ഓൾറെഡി സരീഷ് പ്രായം ജിംബ്രോ ജോലിക്ക് പോയി. അപ്പോൾ പോണ വഴി കുറച്ച് വ്യൂസാണ് കാണിക്കുന്നത്. നമ്മൾ ആദ്യം പോണത് പ്രൈമാർക്കിലോട്ടാട്ടോ. പ്രൈമാർക്കിൽ പോയിട്ട് സലീഷിനൊരു പാൻറ്റ് മേടിക്കാനുണ്ട്, അത് നോക്കണം ആദ്യം. പക്ഷേ അതിനു മുന്നേ നമുക്ക് വുമൻ സെക്ഷനിൽ പോയിട്ട് എന്തെങ്കിലും നല്ല സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ചുമ്മാ ഓരോ ഇതിൻ്റെയും പ്രൈസും അതുപോലെ തന്നെ മെയിൻലി നോക്കണത് റിഡക്ഷനിലായിരിക്കും കേട്ടോ. മെയിൻലി നോക്കണം. അപ്പോൾ എന്തെങ്കിലും പ്രൈസ് കുറഞ്ഞത് എന്തെങ്കിലും നല്ലതുണ്ടോ എന്ന് നോക്കും. അപ്പം അതൊക്കെ നോക്കി, പക്ഷെ എനിക്ക് അത്ര ഒന്നും ഇഷ്ടപ്പെട്ടില്ല. എല്ലാം ഒരു ഭയങ്കര ഓഫ് സ്റ്റൈൽ, ഒരു ഡ്രസ്സില്ലാത്തതായിരുന്നു. അപ്പം ഞാനൊന്നും വാങ്ങിച്ചില്ല. അതുപോലെ തന്നെ പാർട്ടി വെയർ കുറേ ഡ്രസ്സുകളൊക്കെ കണ്ടു കേട്ടോ. അത്യാവശ്യം നല്ല കുറേ അധികം കളക്ഷൻ ഉണ്ട്. പക്ഷേ നമ്മുടെ ഷെഫീൽഡിൽ അത്ര കളക്ഷൻ ഇല്ല, ബാക്കിയുള്ള സ്ഥലത്തേക്കാളും കുറവാണ് കളക്ഷൻസ്. അങ്ങനെ നമ്മൾ നേരെ മുകളിലോട്ട് പോകാം കേട്ടോ. മുകളിലാണ് മിക്കതും കിഡ്സിൻ്റെയും അതുപോലെ തന്നെ ബോയ്സിൻ്റെ മെൻസിൻ്റെയൊക്കെ സെക്ഷൻ മുകളിലാട്ടോ. അപ്പോൾ നമ്മൾ നേരെ മുകളിലോട്ട് കൊണ്ടുപോയി. എനിക്ക് മെയിൻലി ഒരു ബുക്ക് മേടിക്കണമായിരുന്നു. അപ്പോൾ ഞാൻ ബുക്ക് നോക്കി, പക്ഷേ എനിക്ക് ഈ ബുക്കൊന്നും അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുപോലെ തന്നെ 4.5 pounds ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത്ര ഒരു ബുക്ക് വേണ്ട എന്നുള്ള രീതിയിൽ ഞാൻ കുറച്ചധികം നോക്കി. പക്ഷെ നല്ല ക്യൂട്ടായിട്ടുള്ള ബുക്ക്സ് ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ കാണാത്ത പോലത്തെ നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ ബുക്ക്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ എനിക്കിതൊരു ഇങ്ങനെ വെറുതെ റിമൈൻഡേഴ്സൊക്കെ എഴുതിയിടാൻ വേണ്ടിയിട്ടായിരുന്നു. എൻ്റെ എല്ലാ ബുക്സും നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതൊക്കെ തീർന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ബുക്ക് വാങ്ങിക്കണം എന്ന് ഓർത്തിട്ട് ഞാൻ നോക്കിയതാണ്, പക്ഷെ അത് കിട്ടിയില്ല. അതുപോലെ തന്നെ നമ്മുടെ സലീഷ് പ്രോൻ്റെ പാൻറ്റ് ഞാൻ നോക്കി 16 pounds ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു സലീഷ് പ്രോയും കൂടി വന്നിട്ട് ഇഷ്ടപ്പെട്ട് നോക്കിയെടുക്കാം എന്നുള്ള രീതിയിൽ അതും എടുത്തില്ല കേട്ടോ. അടുത്ത ഞാൻ പോയത് പൗണ്ട്ലാൻഡിലോട്ടോ കേട്ടോ. പൗണ്ട്ലാൻഡിൽ പോയി ബുക്ക് നോക്കി. അപ്പോൾ എനിക്ക് അവിടുത്തെ കുറച്ചധികം ബുക്സൊക്കെ ഇഷ്ടപ്പെട്ടു. അവസാനം ഞാൻ ഈ 2 ബുക്ക് എടുത്തു കേട്ടോ. അപ്പോൾ ഒരെണ്ണം നോട്ട്സും ഒരെണ്ണം കുറച്ചധികം എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാനായിട്ട്. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ കുറേ അധികം കാർഡ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അത് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഹസ്ബൻഡ് എന്ന് പറഞ്ഞൊരു കാർഡ് ഇരിക്കും. അപ്പോൾ ഞാൻ അതൊക്കെ വേഗം എടുത്ത് നോക്കി. അടിപൊളിയായിരുന്നു കേട്ടോ സംഭവം. ഒരു ഹസ്ബൻഡ് ബർത്ത്ഡേ കാർഡായിരുന്നു കേട്ടോ. അതെനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. പക്ഷെ നമ്മൾ മേടിച്ചൊന്നുമില്ല, കാരണം സലീഷ് പ്രോൻ്റെ ബർത്ത്ഡേ ഒന്നും ആയിട്ടില്ല. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അതുപോലെ തന്നെ ഞാൻ ബോഡി കെയറിൽ പോയി, കാരണം ഞങ്ങളുടെ പോൺസിൻ്റെ മോയ്സ്ചറൈസർ ക്രീം തീർന്നിരിക്കുകയാണ്. അപ്പോൾ സലീഷ് പ്രോ അതാണ് ഇപ്പം മെയിൻലി യൂസ് ചെയ്യണം. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഒന്നും മേടിക്കാം എന്നോർത്ത് പോയി. പക്ഷേ അധികം കിട്ടിയില്ല. അതുപോലെ തന്നെ നിവിയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ നിവിയുടെ റേറ്റ് 3.99 ആയിരുന്നു. പക്ഷേ അവിടെ നിന്ന് മേടിച്ചാൽ മതിയായിരുന്നു. ഇവിടെയാണ് ലാഭം കുറച്ചും കൂടി, ബൂട്ട്സിനേക്കാളും കുറച്ചും കൂടി ലാഭം ഇവിടെയായിരുന്നു. പക്ഷെ ഞാനത് മേടിച്ചില്ല, ബിക്കോസ് നിവ്യ ശരിയാവുമോ എന്നറിയില്ല. ഞങ്ങൾ പോൺസാണ് യൂസ് ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് നേരെ പോയത് H&Mലോട്ടാട്ടോ. H&Mൽ പോയി 2 ഡ്രസ്സൊക്കെ ഇട്ട് നോക്കി. ആൻഡ് ഇതെനിക്ക് ഇഷ്ടമായിട്ട് ഈ ഡ്രസ്സ്, പക്ഷേ ഓക്കെ ആയിരുന്നു. പിന്നെ അതും എടുത്തില്ല കേട്ടോ. പിന്നെ അടുത്ത ഡ്രസ്സ് ഇട്ട് നോക്കി, ഇതും കുഴപ്പമില്ല, ബ്ലാക്കാണ്. പിന്നെ ഇപ്പം വേറെ ഫങ്ഷനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ അതും എടുത്തില്ല. ചുമ്മാ ഇട്ട് നോക്കി അങ്ങനെ ആയിരുന്നു. പിന്നെ അവിടെ പോയിട്ട് കുറേ മിററിൽ കുറേ അധികം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതാട്ടോ. എനിക്കധികം ഇഷ്ടമായില്ല. അപ്പോൾ അങ്ങനെ അതൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ വന്ന ഡ്രസ്സിൽ തന്നെ 2-3 വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. ഇതായിരുന്നു ഞാൻ ഇട്ടുകൊണ്ട് പോയ ഡ്രസ്സ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ അകത്തും കുറച്ച് 2 വീഡിയോസൊക്കെ എടുക്കാം. വേറെ ഒരു പണിയില്ലാത്തതുകൊണ്ട് നമ്മൾ ചുമ്മാ കറങ്ങാൻ ഇറങ്ങിയതാണ് ആക്ച്വലി. അതുപോലെ തന്നെ എന്നിട്ട് നേരെ ഞാൻ ഇനി അടുത്തത് പോയത് നമ്മുടെ വേറെ വലിയൊരു ബൂട്ട്സിലാണ്. ഒരു സെറം വാങ്ങിക്കാനുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് ഫ്രണ്ടിനെ കണ്ടു. അപ്പോൾ ഞാൻ വ്ളോഗ് എടുത്ത കാര്യങ്ങളൊക്കെ മറന്നുപോയി അവിടെ വെച്ചിട്ടാണ്. ഓൾറെഡി ഒരു ഫ്രണ്ടിനെ കണ്ടു, കുറേ സംസാരിച്ചു, ആളോട് കുറേ സംസാരിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ വ്ളോഗിങ്ങൊക്കെ മറന്നുപോയി. അവിടെ നിന്ന് ഞാൻ ആക്ച്വലി ബൂട്ട്സിൽ നിന്ന് ഞാനൊരു സെറം വാങ്ങിച്ചു. ഓർഡിനറിയുടെ ഒരു സെറം വാങ്ങിച്ചു. ഇറങ്ങി ഇപ്പം നേരെ ബസ് സ്റ്റോപ്പിലോട്ട് നടക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ബസ് വന്നിട്ടുണ്ട് ഓൾറെഡി. അതല്ല നമ്മുടെ ബസ്, പക്ഷേ അതിന് മുന്നിലാണ് നമ്മുടെ ബസ് ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം ഓടി ബസ്സിൽ കയറാൻ പോകാം കേട്ടോ. ഞാൻ ബസ്സിൽ കയറി
ഇനി നമ്മൾ നേരെ വീട്ടിലോട്ടാണ്. കുഞ്ഞൊരു വ്ളോഗാണ്, വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.